ഹും, ഫെമിനിസം. എന്താണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്? വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരുടെ തലയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഓരോരോ ടേം. അല്ലാതെ എന്താണ് ഈ ഫെമിനിസം? അതുകൊണ്ട് എന്ത് കാര്യമാണ് നാട്ടിൽ ഫെമിനിസം കൊണ്ട് ഉണ്ടാക്കുന്നത്? കുറച്ച് പഠിപ്പുണ്ടായപ്പോഴത്തേനും എല്ലാവർക്കും ഇപ്പോൾ ഫോറിൻ കൺട്രീസിലെ പോലെ തന്നെ ഇവിടെയും വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു സംസ്കാരം വെച്ചിട്ട് പെണ്ണുങ്ങൾ നേരത്തെ രാവിലെ എണീറ്റിട്ട് ഭർത്താക്കന്മാർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല, ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ മടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ മടിയിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ്. അല്ല, ഈ ഫെമിനിസം ഇട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറാവോ? അരി വേവില്ലല്ലോ. ഈ ആണുങ്ങൾ പുറത്ത് പോയിട്ട് പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ എന്താണ് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പം? പഠിപ്പോ? പഠിപ്പും വിവരമുണ്ടായിന്ന് വെച്ചിട്ട് കുറച്ച് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകണമെന്നുണ്ടോ? വീട്ടിലിരുന്ന് ഇതൊക്കെ നോക്കിയിരുന്നൂടെ? അതൊരു മോശം കാര്യമാണ്. ഹൗസ് വൈഫായിട്ടിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മോശം കാര്യമാവുന്നത്? അതൊന്നും അല്ല കാര്യം, ഇതൊന്നും അല്ല കാര്യം. ശരിക്കും എന്താ കാര്യം എന്നറിയോ? കുറച്ച് പഠിപ്പും വിവരവും പുറം ലോകമായിട്ടൊരു ബന്ധമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ചാടി ചാടി നടക്കണം. അതിന് വേണ്ടി അപ്പോൾ ഇങ്ങനെ ചാടി ചാടി നടന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അടുപ്പ് വേവില്ലല്ലോ. അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇവർ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്, ഇക്വാലിറ്റി. എന്നിട്ട് ഈക്വലായിട്ട് വീട്ടിലെ ജോലിയും ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവം ആണിനെ പെണ്ണിനെ രണ്ട് രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആണ് പെണ്ണ് എങ്ങനെയാണ് ഈക്വൽ ആവുക? ഇവർ ഇക്വാലിറ്റി വേണമെന്നുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഈക്വൽ ആവുക? ആണിനെ സൃഷ്ടിച്ച പോലെയാണോ ദൈവം പെണ്ണിനെ സൃഷ്ടിച്ചത്? പിന്നെ എങ്ങനെ എന്ത് ഇക്വാലിറ്റിയാണ് ഇവർ പറയുന്നത്? വീട്ടിലെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് എല്ലാവർക്കും ഇക്വാലിറ്റി വേണ്ടത്. അത് ജോലി ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അല്ല, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും വെക്കാൻ അറിയോ? സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? മോൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. അത് തന്നെയാണ് കാര്യം. സമയത്ത് കല്യാണവും കഴിക്കില്ല, സമയത്ത് ഫുഡ് ഉണ്ടാക്കാനും പഠിക്കില്ല. എന്നിട്ട് അവസാനം ഫെമിനിസം പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇനിയിപ്പോൾ എല്ലാം നോക്കി നടത്തിയെന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് കുറ്റങ്ങളൊന്നും ഇല്ലേ? ആർക്കാ കുറ്റങ്ങളില്ലാത്തത്? നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചു, അത് പറഞ്ഞു തന്നു, രണ്ട് ചീത്ത പറഞ്ഞു, ഇതൊക്കെ ഒരു തെറ്റ്. ഭർത്താക്കന്മാരായ ചിലപ്പോൾ തല്ലിന്നൊക്കെ വരും. ഇതിനൊക്കെ പോയി കേസ് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? നാടിൻ്റെ ഓരോരോ പോക്കേ. അല്ല മോളി ഈ കക്ഷം കാണിച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ കുട്ടിയുടെ വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നമില്ല? വീട്ടിലെ അമ്മയച്ഛനൊന്നും ഒന്നും പറയില്ല? അല്ല, ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഇങ്ങനെ ഒന്നും ഇടിക്കില്ല കേട്ടോ. എനിക്കിതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏട്ടനൊട്ടും ഇഷ്ടമില്ല. ഞാനാണെങ്കിൽ അത് സമ്മതിക്കില്ല. അല്ല, ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയാണേ. ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. വെറുതെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇതൊന്നൊരു ആവശ്യമുള്ള കാര്യമില്ല. ഈ ഫെമിനിസം കയറി തലയ്ക്ക് പിടിച്ച് പ്രാന്തായിട്ട് ഇപ്പോൾ ഈ റീലിലൊക്കെ കാണുന്നുണ്ട്. ഈ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ, കുഞ്ഞ് ആമ്പിളരെ കൊണ്ടൊക്കെ തിന്ന പാത്രം കഴുകിക്കുക. അവർക്ക് ചേച്ചിമാരുണ്ടാവും, ചേച്ചിമാർ അവരുടെ പാത്രം കഴുകുന്നു, അനിയന്മാർ അവരുടെ പാത്രം കഴുകുന്നു. എന്താല്ലേ ഈ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റീൽസിലൊക്കെ ഇട്ട് ഇങ്ങനെ വിരകി കൊച്ചു കുട്ടികളെ വരെ ഇങ്ങനെ അവരോട് ആമ്പിളർക്കൊക്കെ എന്തെങ്കിലും ഈ പാത്രം കഴുകി നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ ആൺകുട്ടികളെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഭയങ്കര മോശമല്ലേ? ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ഇതൊക്കെ ചെയ്യിക്കുമോ? ഇല്ല. അതാണ് പ്രശ്നം. കുടുംബത്തിൽ പറക്കണം, അതാണ് പ്രശ്നം. ഈ ഫെമിനിസം ഒക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് വീട്ടിലെ പെമ്പിള്ളേരെ വല്ല പാത്രം കഴുകാനോ മുറ്റടിച്ച് വരാനോ ഒക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും. ഈ ഫെമിനിസം പറഞ്ഞ് ഇങ്ങനെ വാദിച്ച് നടക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഫെമിനിസ്റ്റുകളൊക്കെ കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എന്താണ്? ഭർത്താക്കന്മാർ ഈ പ്രസംഗമൊക്കെ ഡെയിലി കേൾക്കേണ്ടി വരുമോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്ന ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന സുപ്രീം കോടതിനെ പറഞ്ഞാൽ മതിയല്ലോ. ആണുങ്ങളെ അടുക്കളപ്പണിയിൽ തുല്യരാണ്, പെണ്ണുങ്ങളെ അടുക്കളപ്പണിക്കല്ല കല്യാണം കഴിക്കണേന്നൊക്കെ. ഇനിയിപ്പോൾ നാട്ടിൽ പണിക്ക് പോകുന്ന ആണുങ്ങളൊക്കെ പിടിച്ചൊന്ന് അടുക്കള ഇരുത്താം, എന്നിട്ട് എല്ലാവരും പണിയെടുക്കട്ടെ. സാമ്പാറിന് കഷ്ണം അവരരിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാൻ നോക്കാം. അങ്ങനെ പകുതിയായിട്ട് ചെയ്യാം. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഫെമിനിസം പോയി അങ്ങേയറ്റം വരെ എത്തിക്കഴിഞ്ഞു. എനിക്ക് ഫെമിനിസത്തെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാലേ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മണ്ടികളാണ്. ശരിക്കും പറഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഇക്വാലിറ്റി ഉണ്ടാക്കി എടുത്തിട്ട് ഈ കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് ഈക്വാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ പണി ഓഫീസിലെ പണി എല്ലാം കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടി തലക്കിലാക്കിയിട്ട് കൊണ്ടുപോയി ചെയ്യുന്നു. ഞങ്ങൾ കൊലസ്ത്രീകളോ? ഞങ്ങൾ ചെയ്യുന്നത് എന്താ? ഭർത്താക്കന്മാരുടെ പൈസ നല്ല സുഖമായിട്ട് കയ്യിലേക്ക് മേടിച്ച് വെച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുറച്ച് വീട്ടുപണി, കുറച്ച് വീട് വൃത്തി ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് കുറച്ച് അവരെ ഒന്ന് സോപ്പിട്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് നമ്മൾ നല്ല അന്തസ്സായിട്ട് വീട്ടിൽ ഇരുന്ന് ജീവിക്കുന്നു. ഇപ്പം പറ, ആരാ ശരിക്കും മിടുക്കികൾ?